രാജേഷ് കൊല്ലം എന്നൊരു വ്യക്തി ആരാണ് ശരി? ചില ആൾക്കാർ ചോദിക്കും നിങ്ങൾ കൊണ്ടനാണോ? എനിക്ക് ആ ഒരു പേരുള്ളൂ. എല്ലാവരും മുൻപിൽ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യമുള്ളൂ. എല്ലാവരും ചോദിക്കാൻ ഞാൻ താഴെയൊക്കെ പോകുന്നു, പാലത്തിനടിയിൽ പോകുന്നു, അല്ലെങ്കിൽ രാത്രിയിൽ നടക്കുന്നു എന്നൊക്കെ അവർ വിചാരിച്ച് എന്നെ പറയും. എനിക്കത് ഭയങ്കര വിഷമമായിട്ട്. ഞാൻ അങ്ങനത്തെ ഒരു ആളല്ല. സത്യം പറഞ്ഞാൽ പുരുഷന്മാരെ കാണുമ്പോഴാണ് എനിക്ക് സെക്ഷൽ മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ വരുന്നത് എനിക്ക് മനസ്സിലായി. ജീവിതം അവസാനിപ്പിക്കണം എന്നൊക്കെ തോന്നി. പിന്നെ വീട്ടുകാർ വിചാരിച്ചു കല്യാണം കഴിച്ചു കഴിയുമ്പോൾ പുള്ളിയുടെ ആ ഒരു സ്വഭാവത്തിനൊക്കെ മാറ്റം വരുമായിരിക്കും. പൊതുവെ ആണുങ്ങൾ ലിപ്സ്റ്റിക് ഇടാറില്ല. അപ്പം നിങ്ങൾ ഈ ലിപ്സ്റ്റിക് ഇടുന്ന എന്തിനാണ്, നിങ്ങൾ പൊട്ടി തേക്കുന്ന എന്തിനാണ്, അങ്ങനെയൊക്കെ ചോദിക്കും. എനിക്ക് സ്ത്രീ ആവണം താല്പര്യമില്ല. ഇനി എന്തായാലും ദൈവം ഇങ്ങനൊരു നമുക്കൊരു ശരീരം തന്ന ആ രീതിയിൽ ജീവിക്കാനും ഇഷ്ടം. പക്ഷെ ലിപ്സ്റ്റിക്കും മേക്കപ്പും ഇഷ്ടമാണ്, പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് എനിക്ക് നടക്കണമെന്ന്. പക്ഷെ അത് സാധിച്ചു. എൻ്റെ കൂട്ടുകാരെന്ന് കുറച്ച് പേർക്കൊക്കെ നാണക്കേടുള്ളവരുണ്ട് കേട്ടോ. നമ്മൾ ഇവർ മൂവിക്ക് പോകുമ്പോൾ അവർ കൊണ്ടുപോകില്ല, വിളിക്കില്ല, ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകും, അങ്ങനെ കുറേ പേരുണ്ട്. നമ്മളെ ഇങ്ങനെ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് കുറച്ച് പേര് മാറ്റി നിർത്തും. അത് ഉറപ്പാണ്. എവിടെയും മാറ്റി നിർത്തപ്പെടുന്നവരാണ് നമ്മൾ. പ്രതിസന്ധികളിൽ വഴിമുട്ടി നിൽക്കുന്നവരാണോ നിങ്ങൾ? ജീവിക്കാൻ സാധിക്കാത്ത വിധം തടസ്സങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ ഈ പ്രശ്നത്തിന് കാരണം മുൻജന്മത്തിലെ കർമ്മങ്ങളും ആത്മാവിന്റെ യാത്രകളുമാകാം. ഇനി അതിന് പേടിക്കണ്ട. അതിനുള്ള പരിഹാരം ഇവിടെയുണ്ട്. താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കാണാം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് രാജേഷ് രാജു കൊല്ലമാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരുപാട് പേർക്ക് ഇൻസ്റ്റാഗ്രാമിൽ വിഷസ് അയച്ച് ഭയങ്കരമായിട്ടും സമ്പാദിച്ച് ഭയങ്കര ലെവലിൽ നിൽക്കുകയാണല്ലേ ചേട്ടാ? അതെ അതെ, വിശ്വസാണ്. ഇപ്പൊ പറഞ്ഞ ആൾക്കാരെ തെരയും എല്ലാം കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ. അല്ല, ചേട്ടൻ കാണാൻ നല്ല രസമുണ്ട്. ചേട്ടനോട് പലരും ആവശ്യപ്പെട്ട ലിപ്സ്റ്റിക് ഷെയ്ഡ്, ഇപ്പം എൻ്റെ ഇൻ്റർവ്യൂവിൽ പോലും ഞാൻ നോർമലായിട്ട് ആളുകളോട് അങ്ങനെ എന്താ പറയുക, നിങ്ങളെങ്ങനെ അങ്ങനെ ഒന്ന് ഇരിക്കാനാണ് പറയാറുള്ളത്. പക്ഷേ ചേട്ടൻ്റെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരുത്തിയത് സത്യം പറഞ്ഞാൽ ചേട്ടന് ഇതാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം. കാരണം ചേട്ടൻ എപ്പോഴും വീഡിയോയിൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു രാജേഷിനെയാണ്. മറ്റേത് ചേട്ടൻ്റെ പേഴ്സണൽ ലൈഫ് അതാണ്. അപ്പം എങ്ങനെയാണ് ചേട്ടാ ഈ ആളുകൾ ചേട്ടനെ സമീപിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ എനിക്കിപ്പോൾ ആളുകൾ സമീപിക്കും വീഡിയോ, വെഡിങ് വിഷസ്, ബർത്ത്ഡേ വിഷസിനൊക്കെ വേണ്ടി അവർ സമീപിക്കും. അപ്പോൾ ഞാൻ ഒരു വീഡിയോ അവർക്ക് ചെയ്ത് കൊടുക്കണം, ഒരു കോമഡി ആയിട്ട് കളിയാക്കി അങ്ങനെ പറയാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ പറയും ആ തരുന്ന ക്ലയൻറ്റ് പറയും എനിക്കിങ്ങനെ ഒരു മേക്കപ്പ് ഹൈ ആയിട്ട് ഇടുക, ലിപ്സ്റ്റിക്ക് നല്ല കട്ടിക്ക് ഇടണം, അതുപോലെ എല്ലാം ഇടണം, കുറഞ്ഞു പോകല്ലേ. വീഡിയോ ചെയ്ത് കൊടുത്താൽ പോലും അവരത് പോരാ, ഒന്നും കൂടി ഒന്ന് മേക്കപ്പ് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയാം. അങ്ങനെ രണ്ടാമത് പിന്നെയും ചെയ്തു. അങ്ങനെയാണല്ലേ? ഒരു വീഡിയോക്കൊക്കെ എത്രയാണ് ചാർജ്? വളരെ കുറവാണ്, 600 രൂപ ചാർജേ ഉള്ളൂ. ഇപ്പോൾ കുറവാണ്. എന്നെ പോലെയുള്ള കുറേ ആൾക്കാർ ഈ ഫീൽഡിലുണ്ട്. അവർ 5000 പേരൊന്നും പറയുന്നില്ല, 5000, 2000 അങ്ങനെ മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പറയുന്ന ബർത്ത്ഡേ വിഷസ് എടുക്കുന്നവർ അവരവരുടെ പേജിൽ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാർക്കിട്ട് പണി കൊടുക്കാൻ എന്നുള്ള രീതിയിലാണോ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്? അതോ നമ്മളോടുള്ള അവർ കൂട്ടുകാരനോടുള്ള സ്നേഹം കൊണ്ടാണ്? എന്താണ്? കാരണം ചേട്ടനെ വെച്ചിട്ടൊരു ഷോർട്ട് ഫിലിം കണ്ടു, ഞാൻ അതിൻ്റെ ബേസിലാണ് ചോദിക്കുന്നത്. ചേട്ടനെ വെച്ചൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. ചേട്ടൻ ബർത്ത്ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് മാത്രം കല്യാണം മുടങ്ങിപ്പോയി എന്നുള്ളതാണ്. അതായത് കൂട്ടുകാരനിട്ട് പണി കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു സാധനം. അങ്ങനെയാണോ ചേട്ടൻ്റെ റിയൽ ലൈഫിൽ? അതെ, അവർക്ക് കൂട്ടുകാരൊന്ന് പണി കൊടുക്കുക, അതാ അവർക്ക് ഉദ്ദേശം. നല്ല ഉദ്ദേശത്തോടെ അല്ലാതെ അവർക്കൊരു പണി കൊടുക്കുക, അവരൊന്ന് കളിയാക്കുക, അങ്ങനെ അത് മാത്രം ഒരു ഉദ്ദേശം. അപ്പോൾ കളിയാക്കാൻ ചേട്ടനെ പോലെ ഒരാളുടെ രൂപവും ഈ പറഞ്ഞ മേക്കപ്പും എല്ലാം അവർ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാകാം? അത് ഉപയോഗിക്കുന്നപ്പോൾ അവർക്ക് ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു ആ ഒരു ലെവലാണല്ലോ അപ്പോൾ അവരങ്ങനെ കാണുന്നത്. കളിയാക്കുക അല്ലെങ്കിൽ പണി കൊടുക്കുക, അങ്ങനെ കാണുന്നത്. പക്ഷേ എനിക്ക് വേറൊരു ജീവിതം കൂടെ ഉണ്ട്, അത് അവരറിയുന്നില്ല. അതാണ്. ശരിക്കും ചേട്ടൻ ഇപ്പം എത്ര വയസ്സുണ്ട് ചേട്ടന്? എനിക്കിപ്പോൾ ഏകദേശം 45 വയസ്സുണ്ട്. ശരിക്കും രാജേഷ് ഇപ്പം ഇൻസ്റ്റാഗ്രാം ഇല്ലായിരുന്നെങ്കിൽ അതിന് മുന്നേ ഏതിലെങ്കിലും ടിക്ടോക്ക് പോലെ ഉണ്ട്? ഞാൻ ആദ്യം ഈ മ്യൂസിക്കലി എന്നൊരു ആപ്പ് ഉണ്ടായിരുന്നു, അതിനകത്താണ് ഞാൻ ആദ്യം ഡ്യുവറ്റൊക്കെ പാടാം. അപ്പം അതെനിക്ക് അറിയില്ല, ഇങ്ങനെ ചെയ്യണം, വീഡിയോ എങ്ങനെ എടുക്കണം ഒന്നും അറിയില്ല. ചുമ്മാ എന്തെങ്കിലും കാണിച്ചു അങ്ങനെ വൈറലായത്. മറ്റേ മഴത്തുള്ളികൾ ആ പാട്ടാണ് എൻ്റെ ആദ്യത്തെ ആ വീഡിയോ. ഏത് പാട്ട്? മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമി നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ, കാറ്റാളെ ഈറൻമുടി ചേരുന്നു നിൻ മേലാകവി, നീളുന്നോരേ മൺപാതയിൽ തോളോട് പോയില്ലയോ.
അപ്പോൾ ആ പാട്ടാണ് വൈറലായത്. അങ്ങനെ അതിനുശേഷമാണ് പിന്നെ ടിക്ടോക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ബാനായി. അതിനുശേഷം ഇൻസ്റ്റഗ്രാം വന്നു. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഞാൻ ചോദിച്ചോളെ, ഈ രാജേഷ് കൊല്ല എന്നൊരു വ്യക്തി ആരാണ് ശരിക്കും? അതായത് ഞാനിങ്ങനെ എന്നെ അറിയുന്ന ഒരു ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്യുന്നു, ആ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട ഒരു ചേട്ടൻ, ഒരു കോമഡി അല്ലെങ്കിൽ അങ്ങനെ ഒരു ലുക്ക്. എനിക്ക് ആ ഒരു പേരേ ഉള്ളൂ. എല്ലാവരുടെ മുമ്പിൽ എനിക്ക് അങ്ങനത്തെ ഒരു സ്ഥാനമേ ഉള്ളൂ. വലിയ സ്ഥാനമൊന്നുമില്ല. ഒരു കോമഡിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നടക്കുക, അല്ലെങ്കിൽ പുറത്തൊക്കെ എല്ലാവരും വേഗം ഞാൻ താഴെയൊക്കെ പോകുന്നു, പാലത്തിനടിയിൽ പോകുന്നു, അല്ലെങ്കിൽ രാത്രിയിൽ നടക്കുന്നു എന്നൊക്കെ അവർ വിചാരിച്ച് എന്നെ പറയുന്നുണ്ട്. എനിക്കത് ഭയങ്കര വിഷമം കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരു ആളല്ല സത്യം പറഞ്ഞാൽ. എന്താണ് ജോലി? ഞാൻ പ്രൈവറ്റ് കമ്പനിയിൽ ഒരു ടെക്സ്റ്റൈൽസിൽ ഇവിടെ ആലുവ തന്നെ ജോലി ചെയ്യുന്നത്. 14 വർഷം അവിടെ വെഡ്ഡിങ് ഹെഡാണ്, വെഡ്ഡിങ് സെഷൻ്റെ ഹെഡാണ് ഞാൻ. അവിടുത്തെ വെഡ്ഡിങ് ഹെഡ് എന്ന് പറയുമ്പോൾ കസ്റ്റമറൊക്കെ വരുമ്പോൾ അവരെ ഡീൽ ചെയ്യുക, അവരെ കാണിക്കുക, അങ്ങനെ ഒരു വെഡ്ഡിങ് സെഷനാണ് നോക്കുന്നത്. അതാണ് ചേട്ടൻ്റെ ജോലി. ഫാമിലിയൊക്കെയോ? ഫാമിലി ഞാൻ 2015 വിവാഹിതനായി. പക്ഷേ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. 40% വൈകല്യം കാലിനുണ്ട്. അപ്പോൾ ചെറിയ പ്രശ്നമുണ്ട് കാലിന് കേട്ടോ. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? എന്ത് പറ്റി? ആക്സിഡന്റ് പറ്റിയോ? അല്ല, ജന്മന ഉള്ളതാണ് പറയണം, അതുകൊണ്ട് അതിന് പറയുന്നത്. ആണോ? ജന്മന ഉള്ളതാണോ? അപ്പോൾ 2005 കല്യാണം കഴിച്ചിട്ട്? അപ്പോൾ കല്യാണം കഴിഞ്ഞു. ഇത് കൊണ്ടും പിന്നെ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ട്, സ്ലാങ്, ഇങ്ങനെ ആക്ടിങ് ഒക്കെ കൊണ്ടും ആ പെണ്ണിന് ഇഷ്ടമല്ല. അങ്ങനെ അത് ഡൈവേഴ്സായി. അന്ന് തന്നെ ഡൈവേഴ്സായി. അങ്ങനെ 2015 തന്നെ. എൻ്റെ ഒരു സ്ലാങ്ങും എൻ്റെ ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ, അത് ആ പിടിച്ചില്ല. അങ്ങനെ അത് ഡൈവേഴ്സായി. അങ്ങനെ ആ ഒരു കാരണം അത്രേ ഉള്ളൂ. അത് ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ നിയമപരമായി പരസ്പരം സമ്മതത്തോടു കൂടി തന്നെ ഡൈവേഴ്സായി. യാതൊരു പ്രശ്നമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ചു. ചേട്ടൻ്റെ സംസാരത്തില്, നടപ്പില് ഈ പറയുന്ന പോലെയെല്ലാം ഒരു സ്ത്രൈണതയുണ്ട്. അതായത് ഒരു സ്ത്രൈണതയുണ്ട്. അപ്പം ഇതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ വന്ന പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഡിവോഴ്സായി. കല്യാണത്തിന് മുന്നേ ഈ പെൺകുട്ടിയായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വീട്ടുകാരിങ്ങനെ, ഇപ്പം ചില ആളുകളുണ്ട് ഇങ്ങനെ, ആളുകൾക്ക് എങ്ങനെയാ ജീവിക്കാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും അവർ പറയും ഇല്ല, കല്യാണം കഴിച്ചാൽ മാറും, കല്യാണം കഴിച്ച് ഇവൻ രക്ഷപ്പെടും എന്നുള്ള രീതിയിലൊക്കെ ചെയ്യിക്കാറുണ്ട്. ഇപ്പൊ ചേട്ടന്റെ ചെറുതിലെ തന്നെ ചേട്ടൻ ഇത്രയും സ്ത്രൈണത ഉണ്ടായിരുന്നു, അതോ ഈ വീട്ടുകാരുടെ നിർബന്ധമായിരുന്നു? അപ്പം ഞാനെന്ന് വെച്ചാൽ ഈ കുഞ്ഞിലെ വീട്ടിൽ തന്നെ ഇരുന്ന ആ ഒരു രീതിയാണ്. അപ്പം അമ്മയോടൊപ്പം തന്നെയായിരുന്നു എപ്പോഴും സമയം ചെലവഴിച്ചിരുന്നത്. അങ്ങനെ പുറത്തിറങ്ങാതെ അല്ലെങ്കിൽ കുട്ടികളൊക്കെ കളിക്കുമല്ലോ, അപ്പം ഞാൻ പോയിട്ടില്ല. അതിന് വീട്ടിൽ തന്നെ ഇരുന്ന് വീട്ടിലെ പെൺകുട്ടികൾ എങ്ങനെ എല്ലാം ചെയ്യുന്നത് അതുപോലെ മുറ്റടിക്കും, പാത്രം കഴുകും, അടുക്കള പണി ചെയ്യും. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ആയതാണ്. അങ്ങനെ ഉള്ളിനുള്ളിൽ അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. വീട്ടില് ബ്രദേഴ്സ് ബ്രദർ കുഴപ്പമില്ല. അല്ല, ആങ്ങളെ ആരൊക്കെ ഉള്ളത് കൂടപ്പറപ്പുകൾ? എനിക്ക് ബ്രദറാണുള്ളത്. പുള്ളിക്കാരൻ സ്കൂൾ മാഷാണ്. ഓക്കെ. അപ്പൊ ചേട്ടൻ ചെറുതിലെ തന്നെ അമ്മയുടെ കൂടെ ചിലര് ഇവർക്ക് അന്നത്തെ കാലത്ത് ഇപ്പൊ മനസ്സിലാവില്ല ഇതെന്താ അവസ്ഥ, പക്ഷെ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് മനസ്സിലായി, അവരവരുടെ ജെൻഡർ റിവീൽ ചെയ്യാറുണ്ട്. ചേട്ടൻ അങ്ങനെ വല്ല താല്പര്യമുണ്ടോ? എനിക്ക് സ്ത്രീ ആവണം താല്പര്യമില്ല. എന്തായാലും ദൈവം ഇങ്ങനെ നമുക്കൊരു ശരീരം തന്ന ആ രീതി ജീവിക്കാൻ ഇഷ്ടം, പക്ഷെ ഒന്നാവാൻ ആഗ്രഹമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ചാൻസസും അല്ലെങ്കിൽ എല്ലാം കുറയുകയുള്ളൂ. സത്യം പറയാം, അങ്ങനെ ചെയ്യുന്നവരെ അവർ മോശക്കാരാണെന്നല്ല, അവരങ്ങനെ ചെയ്തോട്ടെ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പല നമുക്ക് പ്രതികരിച്ച് പോകണം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രഗിളിങ്ങാണ് മുന്നോട്ട് ജീവിക്കാൻ. നമുക്കൊരു ജോലി കിട്ടില്ല, വീട്ടിൽ കയറാൻ പറ്റില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. കൂട്ടുകാർ കാണത്തില്ല, കുറച്ച് ആ ഗ്രൂപ്പിൻ്റെ കൂടെ നടക്കേണ്ടി വരും. അതാണ്. അപ്പം അതുകൊണ്ട് എനിക്കിഷ്ടം. പക്ഷെ ചേട്ടന് പുരുഷനായിട്ട് തന്നെ, രാജേഷായിട്ട് അങ്ങനെ തന്നെ എൻ്റെ ജെൻഡറിൽ അങ്ങനെ പോകാനാണ് ഇഷ്ടം. പക്ഷെ ലിപ്സ്റ്റിക്കും മേക്കപ്പും ഇഷ്ടമാണ്, പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് എനിക്ക് നടക്കണമെന്ന്. പക്ഷെ അത് സാധിച്ചു. ഇപ്പം എനിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടേ പറ്റുമോ? വീഡിയോയുടെ ഓർഡർ വരുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാൻ നിർബന്ധിക്കുന്നു, ആൾക്കാർ അങ്ങനെ ഇടാൻ പറയുന്നു. വീഡിയോ ഞാൻ ഫുൾ എൻ്റെ വീഡിയോയിൽ ലിപ്സ്റ്റിക്ക് ഇട്ട് തന്നെ ചെയ്യുന്നു. എല്ലാ വീഡിയോ എന്ത് വീഡിയോ എടുത്താലും ലിപ്സ്റ്റിക്ക് ഇടും. അത് കാരണമുണ്ട്. ഒരാളെ ഇതൊരു കമന്റ് ഇട്ട് ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുൻപ് നിങ്ങളുടെ ചൂണ്ട് തൊട്ടിപ്പഴം പോലെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ അതിനുശേഷം ലിപ്സ്റ്റിക്ക് ഇട്ട് തുടങ്ങി. തൊട്ടിപ്പഴോ? കറുത്ത് തൊട്ടിപ്പഴം പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷമാണ് ലിപ്സ്റ്റിക്ക് ഇട്ട് തുടങ്ങിയത്. അങ്ങനെ ഇട്ട് തുടങ്ങി. ഇട്ടപ്പം പറയാം നിങ്ങൾ ലിപ്സ്റ്റിക്ക് ഇട്ട് നടക്കുന്നു. എന്തായാലും ആൾക്കാർ നെഗറ്റീവ് മാത്രമേ ഉണ്ടാവും, നല്ല എന്തായാലും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് അവരുടെ കമന്റ് അവിടെ നിൽക്കിട്ട് നമ്മുടെ ഇഷ്ടങ്ങളൊന്നും ജീവിക്കുക, അതാണ് എൻ്റെ ഇഷ്ടം. മാരേജ് വീട്ടുകാരെ നിർബന്ധിച്ചിട്ട് കെട്ടിയതായിരുന്നോ?
അത് നിർബന്ധിച്ചെന്ന് അവരൊരു പെട്ടെന്ന് അവർക്കൊരു ആലോചന വന്നപ്പോൾ അവർ നിർബന്ധിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ച് ചിലപ്പോൾ ശരിയാവും, എല്ലാവരും പറഞ്ഞു, ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ശരി നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. പക്ഷെ തെറ്റായി, രണ്ടുപേരും ജീവിതം പോയി. തെറ്റായിപ്പോയി, അതൊരു മിസ്റ്റേക്കായിപ്പോയി. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചേട്ടൻ ഇങ്ങനെ തന്നെയായിരുന്നു അതോ? സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ലെവൽ തന്നെയാണ്. നടക്കുമ്പോഴൊക്കെ ഇതേ ലെവലിൽ പോകും, ആൾക്കാർ കളിയാക്കും, അങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിച്ചുമൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അങ്ങനത്തെ ലെവലായിരുന്നു സ്കൂളിൽ. ഇങ്ങനെ പെൺകുട്ടികളോട് ഇരിക്കും, ഫുഡ് കഴിക്കും, പുറത്തിറങ്ങില്ല. അപ്പോൾ നമുക്കൊരു പീരീഡ് കളിക്കാനുള്ള പീരീഡ് ഉണ്ടല്ലോ. അപ്പോൾ സാധാരണ ആൺപിള്ളേർ പുറത്തിറങ്ങി കളിക്കും, ഞാൻ അകത്ത് തന്നെ ഇരിക്കും, പെൺപിള്ളേരോട് ഇരുന്നിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കും. പെൺപിള്ളേരെല്ലാം നല്ല കാര്യമാണ്, ചോറുണ്ണുമ്പോൾ അവർ കറി തരും, അങ്ങനത്തെ ഒരു അനുഭവം. ഒരാൾ ഞാൻ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് പെൺപിള്ളേർ നല്ല പെൺപിള്ളേർ നല്ല ഇതാണ്, അവരോട് പഠിക്കുകയും ചെയ്യും, ഒരു ആവറേജ് പഠിക്കും. എന്നാൽ ആൺപിള്ളേർ പഠിക്കില്ലല്ലോ, അവർ പഠിക്കും പക്ഷെ അവർക്ക് എപ്പോഴും അങ്ങനത്തെ രീതിയാണ്. പെണ്ണുകൂടെ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും, അങ്ങനെ എല്ലാം നീറ്റാണ്. അങ്ങനെ ആയിരുന്നു. അമ്മയാണ് വരാറ്. സ്കൂളിലൊക്കെ വരുമ്പോൾ പയ്യൻ കുഴപ്പമൊന്നുമില്ല, പഠിക്കാതെ വലിയ പ്രശ്നമില്ല, പക്ഷേ ഇതാണ് പ്രശ്നം, പുറത്തൊന്നും ഇറങ്ങത്തില്ല, അങ്ങനെ നീരിക്കും. അത് പറഞ്ഞു. ചേട്ടാ ഇപ്പം പെൺകുട്ടികളുടെ കൂടെയാണ് കൂടുതൽ നടക്കുന്നതെന്നൊക്കെ പറയൂല. അപ്പോൾ ഈ പെൺകുട്ടികൾ നമ്മൾ ഇപ്പോൾ കൂടെ നടക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ രഹസ്യങ്ങളും അല്ലെങ്കിൽ എടാ എനിക്ക് ഇന്നതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികൾ ഷെയർ ചെയ്യാറുണ്ടോ? ഉണ്ട്. ഞാൻ 10th പഠിക്കുമ്പോൾ അന്നൊക്കെ ഈ ഫോണൊന്നുമില്ല, മൊബൈലൊന്നുമില്ലല്ലോ. അപ്പം ഇപ്പം അടുത്ത കുട്ടികളോട് ഇഷ്ടമൊക്കെ തോന്നുമ്പോൾ ഇവർ എന്ത് ചെയ്യും, എനിക്ക് നല്ല കൈയക്ഷരമാണ്, അപ്പം എന്നെ കൊണ്ടാണ് ഈ ലവ് ലെറ്ററൊക്കെ എഴുതുന്നത്. അപ്പം ഞാൻ നല്ല ഇതിൽ എഴുതി കൊടുക്കും, അവർ കൈമാറും. അങ്ങനെ അവരുടെ ലെറ്റർ ഞാൻ നല്ലപോലെ എഴുതിയിട്ട് കൊടുക്കിട്ട് ഈ പെണ്ണ് അതിൻ്റെ ചെക്കന് കൈമാറും. അന്നത്തെ കാലം അന്നേ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നല്ലേ, അന്നേ തുടങ്ങിയതാണല്ലേ ഈ സന്ദേശം കൊടുക്കലല്ലേ. അങ്ങനെ അതൊക്കെ രസം. പിന്നെ എനിക്ക് അതിൻ്റെ മറുപടി കത്ത് ഞങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് എല്ലാവരും വായിച്ചിട്ട് അടുത്ത് കൊടുക്കും. അവരൊന്നും ചേട്ടനൊന്നും ഒളിപ്പിച്ചിരുന്നില്ലല്ലേ? ഇല്ല, എല്ലാം ഷെയർ ചെയ്യും. ഇപ്പൊ ആമ്പിള്ളേരാരെങ്കിലും ഇതുപോലെ പെൺകുട്ടികളോട് ഇഷ്ടമാണെന്ന് പറയാൻ പറയാം, നീ ഒന്ന് പറയാവോ, അല്ലെങ്കിൽ ഒന്ന് എന്നെ ഇഷ്ടമാണോ ഒന്ന് പറയാവോ, ഒന്ന് ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ തൊടും. ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം തൊടുക. അപ്പോൾ അവരൊന്ന് പിടിക്കുമ്പോൾ ഞാൻ കൊടുക്കും, പറയും, റിക്വസ്റ്റ് ചെയ്യും. എന്നിട്ട് ചേട്ടൻ പറഞ്ഞിട്ട് ആരെങ്കിലും അങ്ങനെ ലൈഫ് സെറ്റിൽ ഇങ്ങനെ ഇപ്പം സെറ്റ് ഒരാൾ അന്ന് കല്യാണം 10th ക്ലാസ്സിൽ കഴിഞ്ഞ് അന്ന് കല്യാണം കഴിച്ചു. ഇപ്പം കുട്ടികളൊക്കെ ആയിട്ട് ഇടയ്ക്ക് എന്നെ കണ്ടായിരുന്നു. അച്ഛൻ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അച്ഛനെ മരിച്ചു കേട്ടോ, രണ്ടുപേരും മരിച്ചു. അന്ന് ചേട്ടൻ ഇട നിന്ന കല്യാണം കഴിഞ്ഞ് അവരിപ്പോഴും അതിൻ്റെ കുട്ടികളൊക്കെ ആയിട്ട് വലിയ പിള്ളേരായി. അവരെന്നെ കണ്ടത് എൻ്റെ കൂട്ടുകാരിയാണെന്ന് അന്ന് പഠിച്ചവർ കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ട്. പണ്ടത്തെയൊക്കെ ഓർക്കുമ്പോൾ ശരി വരും. ഈ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, അല്ലെങ്കിൽ വിഷ്വൽസ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചേട്ടൻ്റെ ഒരു സന്തോഷത്തിന്റെ ഭാഗമാണ്. പക്ഷെ കാണുന്ന ആൾക്കാർ കമന്റ് ഇടുന്നതിലുണ്ട്, കമന്റ് സെക്ഷൻ ഞാൻ പലതും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഇത് ചേട്ടന് കമന്റ് വായിക്കുമ്പോൾ തോന്നുന്നത് ചേട്ടൻ്റെ ഇഷ്ടത്തിന് ചേട്ടൻ ജീവിക്കുന്ന അവരെന്താണെന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊരു ഇപ്പൊ ആളുകൾ സ്വയം കോമാളിയായിട്ട് നിന്ന്, അതായത് കോമാളികൾ കരയാറില്ല എന്നുള്ളത്. അപ്പൊ ചേട്ടൻ അവര് കളിയാക്കുമ്പോൾ കോമാളി എന്നെ ഒരു മനുഷ്യനായിട്ട് പരിഗണിക്കാത്തതുകൊണ്ടാണോ അതൊരു കോമാളിയായിട്ട് തോന്നിയിട്ടുണ്ട്? എന്താ ചേട്ടൻ അന്നത്തെ ഫീലിങ്? എനിക്ക് തോന്നി ഇവർ കമന്റ് ഇടുന്ന ഭൂരിഭാഗം പേരും സ്വന്തം ഐഡി പുറത്ത് കാണിക്കുന്നില്ല. അവർ ഏതാണെന്ന് അവർക്ക് തന്നെ അവരുടെ വെളിച്ചത്ത് കൊണ്ടുവരാൻ താല്പര്യമില്ല. എന്നിട്ട് അവർ ചെയ്യുന്നത് ഇപ്പം ഒരാളെ എന്തെങ്കിലുമൊക്കെ പറയാം, കാരണം ഐഡിയ ഇല്ലല്ലോ, ഫേക്ക് ഐഡിയ ഇല്ല, അങ്ങനെ എന്ത് പറയുന്നവരാണ്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ചെറുപ്പക്കാരാവാം, അല്ലെങ്കിൽ വയസ്സായവരാവാം, എങ്ങനെയാണെന്നറിയില്ല, അവരിങ്ങനെ കമൻ്റ് ഇടും. അപ്പം നമ്മൾ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ല, നമ്മളെങ്ങനെ ജീവിക്കുന്നു, ഒരു ദിവസം നമ്മളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അവർക്ക് അറിയത്തില്ല. അവരിങ്ങനെ ഒരാളെ കമൻ്റ് ഇട്ട് ആളെ ഇങ്ങനെ തകർത്തി പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്താൽ അത്രയും നല്ലത്. അങ്ങനെയാണ് ഇവർ ഈ ഒരു ഇൻസ്റ്റഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും കമൻ്റ് ഒളികൾ ചെയ്യുന്ന പരിപാടി. പക്ഷെ ഞാൻ ഈ കമൻ്റ് എല്ലാം റിയാക്ഷൻ ചെയ്യുന്നില്ല, മറുപടി ഒന്നും കൊടുക്കാറില്ല, വിട്ട് കളയും. പിന്നെ ചിലതൊക്കെ എനിക്ക് ഒന്നിലും മാത്രം വിഷമം വരും, കാരണം എൻ്റെ അച്ഛനും മരിച്ചുപോയി. ഇപ്പം ഇവരെ പറയുമ്പോൾ ആരായാലും നമുക്ക് സങ്കടം വരുമല്ലോ അല്ലേ. അപ്പം ഞാൻ പ്രതികരിക്കും, അത് മാത്രം പ്രതികരിക്കാറുള്ളൂ. പിന്നെ എൻ്റെ ജെൻഡറിനെ പറഞ്ഞാലും ഞാൻ വലിയ പ്രശ്നമില്ല, അതൊക്കെ തള്ളിക്കളയും. പക്ഷെ അച്ഛനും പറയുമ്പോൾ തിരിച്ച് പറയും, അങ്ങനെ കുറേയൊക്കെ പറയും. എന്നാലും ചിലർ തിരിച്ച് പറയും, ഞാൻ പിന്നെ അങ്ങ് വിട്ട് കളയും.
അവർ താഴില്ല, അവരെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതൊരു ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ ഈ ജീവിതത്തിൽ നമ്മൾ എത്ര നാൾ പോകുമെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മൾ ഓരോന്നിങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു. ചേട്ടന് ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാനിപ്പോൾ സിംഗിൾ ലൈഫാണ് ചെയ്യുന്നത്, ജീവിക്കുന്നത്. ഇപ്പോൾ കൂട്ട് വേണമെന്ന് വെച്ചാൽ കല്യാണം അല്ലേ, മാരേജ്. കല്യാണം മാത്രമല്ല, നമുക്കൊരു പാർട്ട്ണർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾ നിങ്ങളെ കേൾക്കാനും പറയാനും ഉണ്ടായാൽ അതെങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചത്. എനിക്ക് ഒരാളുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ, പക്ഷെ പുള്ളിക്കാരൻ ഒരു ലവർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരനൊരു ലേഡി. അപ്പം അങ്ങനെ ഈ പുള്ളി എൻ്റെ കൂടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്, മലപ്പുറത്തുകാരനാണ്, പേര് പറയുന്നില്ല, മലപ്പുറത്തുള്ള ആളാണ് പുള്ളി. അങ്ങനെ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10,000 രൂപ കല്യാണ സമയത്ത് പുള്ളിയുടെ കല്യാണം വന്ന്, എൻ്റെ കല്യാണം ഒന്ന് സഹായിക്കണം, ഞാൻ തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ കൊടുത്തതാണ്. അത് കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടില്ല. പുള്ളിയുടെ കൊച്ചിന് 10 വയസ്സോളമായി. ഈ വീഡിയോ കാണുമായിരിക്കും പുള്ളി, എന്നാലും കാണട്ടെ. ഇപ്പോൾ 10 വയസ്സുള്ള പുള്ളിയുടെ ആയിട്ടുണ്ട്. എന്നിട്ടും ആ പൈസ തിരിച്ചു തന്നിട്ടില്ല. എന്നും പച്ചാൽ നമ്മളിപ്പോൾ പാർട്ട്ണർ വേണമെന്ന് പറഞ്ഞാൽ ആരും വരത്തില്ല. കാരണം ഇവരല്ല ഈ പൈസ നോക്കും, നമ്മുടെ ആരോഗ്യവും പൈസയും മാത്രമേ ഇവർ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് പാർട്ട്ണർ എന്നുള്ളത് സങ്കല്പം മാത്രമാണ്, അത് ശരിയാവില്ലെന്ന് വെച്ചാൽ അവർ നമ്മുടെ ഉള്ള പൈസ തീരുമ്പോഴും നമ്മുടെ ആരോഗ്യം നശിക്കും അവർ. അതാണ്. അതുകൊണ്ട് ഇപ്പം ആ ലെവലിൽ ചിന്തിക്കുന്നത് ഇപ്പം ആരുമില്ല കേട്ടോ. ആ പ്രണയിച്ച ആളെന്ന് പറഞ്ഞില്ലേ, എങ്ങനെയാണ് കണ്ടുമുട്ടിയേ? അത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ച് അങ്ങനെയൊക്കെ കൂടെ നിൽക്കാന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പറ്റിക്കുമായിരുന്നു, വെറുതെ പറ്റിക്കുമായിരുന്നു. പൈസയും കൊടുക്കണം എപ്പോഴും. എത്ര നാൾ കൂടെ നിന്ന്? ഒരു ഏകദേശം 2-3 വർഷമൊക്കെ ഉണ്ടായിരുന്നു. ഒന്നിച്ചുണ്ടായിരുന്നു, ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങ് ഒരേ ഹോസ്റ്റലിലും ഒരുമിച്ച് തന്നെ എല്ലാവരും ഒരുമിച്ചൊക്കെ കിടക്കണം. കുറേ പേരാണ് ഹോസ്റ്റലിൽ നിന്നാകുമ്പം പ്രൈവറ്റായിട്ട് കിടക്കാൻ പറ്റില്ല, എല്ലാവരും ഒരുമിച്ചായിരിക്കും അടുത്തടുത്ത്, അങ്ങനെയാണല്ലോ. അങ്ങനെ കിടന്നുറങ്ങിയവരാ. ആ സമയത്ത് നിങ്ങളിങ്ങനെ വീടെടുത്ത് താമസിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നോ? അപ്പം ആലത്ത് പ്ലാൻ ചെയ്യാൻ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പറ്റിക്കുമായിരുന്നു. അങ്ങനെ അത് അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ പൈസയും കൊണ്ടുപോയപ്പോൾ ഞാൻ നിർത്തി. ചേട്ടൻ എത്രയാണ് പൈസ കൊടുത്തേ? 10,000 രൂപ ആയി കാണും, ചില്ലറ പൈസ. അങ്ങനെ കുറേ ഇട്ടൊക്കെ ആയിട്ടുണ്ട്. 10-15 ലക്ഷമല്ല, 15,000 അങ്ങനെയൊക്കെ. അതോടെ പിന്നീട് കല്യാണം കഴിഞ്ഞ് വിളിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല, ഈ വഴിക്ക് വന്നിട്ടുമില്ല. അല്ല, അപ്പോൾ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടന് വിഷമം തോന്നിയില്ലായിരുന്നു? തോന്നി, പക്ഷേ എന്തായാലും അത് നമ്മളായിട്ട് ചേരുള്ളെന്ന് അറിയാം. അതുകൊണ്ട് പിന്നെ അത് നിർത്തി. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും വന്ന് പൈസ തരുമെന്ന് പറഞ്ഞ ആളാണ് ചേട്ടന്. ഇപ്പോഴൊന്നും അല്ല, ചേട്ടൻ ആദ്യം അല്ലെങ്കിൽ ഇൻസ്റ്റയിലെ ലിപ്സ്റ്റിക് ഇടുന്ന ആണുങ്ങൾ, പ്രത്യേകിച്ച് ഈ താടിയൊക്കെ വെച്ചിട്ട്. അപ്പം ഞാൻ എൻ്റെ കമൻസ് ഒക്കെ വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് ചേട്ടൻ പറഞ്ഞ പോലെ അച്ഛനും അമ്മയ്ക്കും പറയുമ്പോഴാണ് തിരിച്ച് പറയുന്നത്. പക്ഷെ ചില കമൻസ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇതായിട്ട്, ചേട്ടൻ അങ്ങനെ പേഴ്സണലി വേദനിപ്പിച്ച് ചേട്ടൻ്റെ കമൻറ്റ് വായിച്ച് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിരുന്നു. ചേട്ടൻ അങ്ങനെ വായിച്ചിട്ട് വേദന തോന്നിയ കമൻറ്റ് എന്താ? വേദന തോന്നിയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, നിങ്ങൾ കൊണ്ടനാണോ, അല്ലെങ്കിൽ നിങ്ങൾ പൊതുവെ ആണുങ്ങൾ ലിപ്സ്റ്റിക് ഇടാറില്ല, അപ്പം നിങ്ങൾ ഈ ലിപ്സ്റ്റിക് ഇടുന്ന എന്തിനാണ്, നിങ്ങൾ പൊട്ടി തേക്കുന്ന എന്തിനാ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇത് ചോദിക്കുന്നത് ഭയങ്കര ദേഷ്യം. നമ്മളൊരു അല്ലെങ്കിൽ നമ്മൾ ഗേ ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ നമ്മൾ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. പിന്നെ അത് അറിഞ്ഞുകൊണ്ട് പിന്നെയും കുത്തിക്ക് ചോദിക്കുമ്പോൾ ഒരു ദേഷ്യം വരില്ലേ, അങ്ങനത്തെ അങ്ങനെ ഭയങ്കര ഒരു വിഷമം. ഇപ്പൊ ചേട്ടൻ നാള് ഒരു ഇന്റർവ്യൂവിനകത്ത് എന്തോ പാലത്തിന്റെ അടിയിൽ പോവാറുണ്ട്, അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു? അതെ, അങ്ങനെ ചോദ്യം ഉണ്ടാവും. അത് എപ്പോഴും ചോദിക്കും, ഇവിടെ മറ്റേ പാലാരും എടുത്ത് പോവുമോ, അങ്ങനെ പോവുമോ, ഇങ്ങനെ പോകുമോ എന്നൊക്കെ ചോദിക്കും ആൾക്കാർ. അത് ചോദിക്കും അവർ. എനിക്കറിയത്തില്ല, ഈ ആൾക്കാർ ഇങ്ങനെ ഒരു വ്യക്തിനെ അവർ എങ്ങനെ നശിപ്പിക്കുക, ആ ആളെ പറ്റുമെങ്കിൽ ആത്മഹത്യ ചെയ്യണം ആള്, അതാണ് അവരുടെ ഉദ്ദേശം. ചേട്ടാ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രണയങ്ങളൊക്കെ ഇൻബോക്സിൽ വരാറുണ്ടോ? ചില ആളുകൾക്ക് അവരുടെ ഐഡന്റിറ്റി അല്ലാതെ അവർക്ക് താല്പര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ പ്രണയങ്ങൾ വരാറുണ്ടോ? ഇഷ്ടം അങ്ങനെയില്ല. ഇഷ്ടമെന്ന് പറഞ്ഞാൽ ആരും അറിയാം, എല്ലാവരും പറ്റിക്കുക ചെയ്യുന്നത്. ഇഷ്ടമെന്ന് പറഞ്ഞ വാക്കേ ഇല്ല അവിടെ, എല്ലാവരും പറ്റിക്കുക, ഈ പൈസ നോക്കുക, അങ്ങനെ. ഈ പറ്റിക്കുന്നതിന്റെ കഥ ചോദിച്ചപ്പോൾ ഓർത്തെ, ചേട്ടൻ ഇപ്പം ഈ ബർത്ത്ഡേ വിഷസ് ഒക്കെ പറയുന്നുണ്ട്, ബർത്ത്ഡേ, കല്യാണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ വിഷസ് ഒക്കെ പറയുന്ന ഇപ്പം ഏകദേശം ആളുകൾ അതിനകത്ത് പൈസ എങ്ങനെ ലാഭമാണോ, എങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? ആൾക്കാർ ഈ ബർത്ത്ഡേ വിഷസ് അല്ലെങ്കിൽ വെഡിങ് വിഷസ് ഒക്കെ വരുമ്പോൾ ഒരു പേയ്മെൻറ്റ് ഉണ്ടല്ലോ. അപ്പം ആദ്യം അവർ പേയ്മെൻറ്റ് തരത്തില്ല, വീഡിയോ ഒക്കെ ചെയ്ത് അവർക്ക് കൊടുത്തു കഴിയുമ്പോഴാണ് ഒരു പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. ഞാൻ പക്ഷേ വിശ്വസിച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് അവരെ കൊടുക്കുമ്പോൾ അവർ പേ ചെയ്യാതെ അവർ പിന്നെ തിരിഞ്ഞു വയ്ക്കില്ല, മെസ്സേജ് റിപ്ലൈ തരില്ല.
അതുകൊണ്ട് ഇപ്പം അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യിപ്പിക്കും, എന്നിട്ട് ബാക്കി പിന്നെ അടയ്ക്കണം. അങ്ങനെ ആദ്യം ഒരു പൈസ ഇടും. ചില ആൾക്കാർ മുന്നേ തന്നെ ഇടും കേട്ടോ, അവർക്ക് പൈസ ഒന്നും മിഷൻ, അവർ മുന്നേ ഇട്ടിട്ട് ചേട്ടൻ ചെയ്താൽ മതി എന്ന് പറയും. പിന്നീട് ആരെങ്കിലും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? അതായത് ഇപ്പം അവർ ബർത്ത്ഡേ വിഷസ് കഴിഞ്ഞു പോയി, അല്ലാണ്ട് എപ്പോഴും ചേട്ടനോട് സുഖമാണോ, വാട്സപ്പ് അല്ലെങ്കിൽ രാജേട്ടൻ എന്തെടുക്കുന്നു, സുഖമാണോ? ഉണ്ട് ഒരാളുണ്ട്, അയാൾ ഇപ്പോൾ ചോദിക്കും സുഖമാണോ, ഞാൻ അപ്പോൾ പറയും വീഡിയോസ് ഒന്നുമില്ല, ആകെ പ്രശ്നമാണ്. അപ്പോൾ അവർ വീഡിയോസ് കൊണ്ട് ചെയ്യാം, ആൾ തന്നെ പറഞ്ഞിട്ട് വീഡിയോ തരാറുണ്ട്, ആരുടെയൊക്കെ ചോദിച്ചിട്ട് വീഡിയോ തരും. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മനുഷ്യരുണ്ട്. UK യിലേക്കുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ ചേട്ടൻ? ഈ പാട്ട് പാടുന്നത് കോൺഫിഡൻസിന്റെ പുറത്താണോ അതോ ഇനി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്? എന്താ സംഭവം പാട്ട്? അത് ആളുകൾ കളിയാക്കുമ്പോൾ നീയൊക്കെ ഇനിയും കളിയാക്കിക്കോടാ, ഞാനൊക്കെ ഇനിയും പാടും എന്നുള്ളതാണ്. എന്താണ് പാട്ട്? ഞാൻ സത്യം പറഞ്ഞാൽ പാട്ട് പഠിച്ചിട്ടില്ല, ഡാൻസ് പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല, ആക്ടിങ് ഒന്നും പഠിച്ചിട്ടില്ല. ഇതൊരു കോൺഫിഡൻസ് പുറത്തങ്ങ് പാടുന്നതാണ്. പക്ഷെ നിങ്ങൾ പാട്ട് പഠിക്കാതെ നിങ്ങൾ എന്ത് പാടുന്നു എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഡാൻസ് നിങ്ങൾക്ക് എന്തറിയാം, നിങ്ങൾ എന്തോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ ഒരു ലെവലിൽ അങ്ങ് ചെയ്യുന്നതാണ്, ഒരു ചുമ്മാ ഒരു രത്നം, ഒന്നും അറിഞ്ഞിട്ടല്ല. ചില ആൾക്കാരെ സൗന്ദര്യമുള്ള കുറേ പേരുണ്ട്, പാടാൻ കഴിവുള്ളവരുണ്ട്, ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്ന നല്ലതിൽ എന്തെങ്കിലും ചെയ്യുന്നത് അല്ലേ? ചിലരൊന്നും ചെയ്യുന്നില്ല, അവർക്കൊന്നും വയ്യ, അവരുടെ ജീവിതം അങ്ങനെയൊക്കെ അങ്ങ് ഒഴുക്കിൽ പോകുന്നു. കുറേ ആൾക്കാർ കഴിവുണ്ടായിട്ട് ഒന്നും ചെയ്യാതെ മാറിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എന്നെ പോലെയുള്ള ഒരാൾ ഒന്നും അറിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. ഒരു പാട്ട് പാടിത്തരുമോ? ആൾക്കാർ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമല്ലോ, ഓരോ പാട്ട് ചേട്ടാ ഈ പാട്ട് പാടിത്തരുമോ എന്നൊക്കെ ചോദിച്ച്. എനിക്ക് ഒത്തിരി പഴയ പാട്ടേ അറിയും, പുതിയൊന്നും അറിയില്ല. ഇപ്പം വാഴയിലൊരു പാട്ട് പാടി വൈറലാട്ടോ, ഉണ്ട്. ഏതാ? തമ്മിൽ പിണങ്ങി പോലെ പാട്ടാണ് ലേറ്റസ്റ്റ് പാട്ട്. പാടട്ടെ? തമ്മിൽ പിണങ്ങിപ്പോകല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്ക് നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ. ചേട്ടൻ ലിപ്സ്റ്റിക് ഇടുന്നതിന് ഇപ്പം എനിക്കൊന്ന് 15 വർഷം ഇവിടെ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാ, ജോലിക്ക് നിൽക്കുമ്പോൾ ലിപ്സ്റ്റിക് ഇടാറുണ്ടോ? ഇല്ല, ജോലിക്ക് നിൽക്കുമ്പോൾ ജസ്റ്റ് ഫൗണ്ടേഷൻ ഇടും, അത്രേ ഇടും. ലിപ്സ്റ്റിക് ഇടില്ല. പിള്ളേരെ കൂടെയുള്ള പിള്ളേരൊക്കെ എങ്ങനെയുണ്ട്? അവർ കുഴപ്പമില്ല, അവർ എന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ അവരൊന്നും പറയുന്നില്ല, പക്ഷെ ഉള്ളിൻ്റെ കാണും ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു കമൻറ്റ് ഇൻസ്റ്റാഗ്രാം എടുത്താൽ ഏറ്റവും കൂടുതൽ കമൻറ്റും തെറിയും വരുന്ന എനിക്കും ജാസിക്കും, ജാസി, രേണുസുതി, ഈ 3 പേർക്കാണ് ഈ ഇൻസ്റ്റഗ്രാമിൽ തെറിയും കമൻറ്റും വരുന്നത്. ഒന്നാമത്തെ ആൾ ഞാനാണ്. ഇത്രയും തെറിയും ഇത്രയും കമൻറ്റുകളും വരുന്നത്. എനിക്കാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കിനേക്കാൾ കമൻറ്റും ഷെയറിങ്ങും എടുത്തു നോക്കിയാൽ കാണാം. ലൈക്ക് കുറവാണ്, പക്ഷേ ഷെയറിങ്ങും കമൻറ്റും ഒത്തിരി ഉണ്ട്. അങ്ങനെ എൻ്റെ വീഡിയോയിൽ ഒരുപാടുണ്ട്. അതാണ് ഈ ആൾക്കാർ സത്യം പറഞ്ഞാൽ ഒരു തെറി കമൻറ്റ് വരെ നല്ലതാണ്. ഒരു വീഡിയോ വൈറലാവാതെ മതി. ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു തെറി കമൻറ്റ് വന്നാൽ ആ വീഡിയോ വൈറലായി, ആ തെറി വായിക്കാൻ വേറെ ആൾക്കാർ വരും, അങ്ങനെ അത് മുന്നേറും. അങ്ങനെയാണ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട തെറി വന്ന ആൾ രക്ഷപ്പെട്ടു കേട്ടോ, പിന്നെ മില്യൺ അടിക്കും, ഉറപ്പാണ്. അപ്പോൾ ചേട്ടൻ തെറി വരാനാണോ? തെറി വരാനല്ല ആയിരിക്കുന്നത്, പക്ഷെ തെറി വന്നാൽ വീഡിയോ വൈറലാവും. ചേട്ടന് തെറി വരണോ വീഡിയോ വൈറലാവണോ? എന്താ തെറി? അത് ആൾക്കാർ അവർ വിളിക്കട്ടെ, അത് കുഴപ്പമില്ല, അതാ എൻ്റെ അടിക്ക് വീടും. അപ്പം ഞാൻ ചോദിക്കട്ടെ, ചേട്ടൻ തന്നെ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് തെറി വിളിക്കുന്നതാണോ? അതൊന്നുമല്ല. എനിക്ക് തെറി ഞങ്ങളുടെ വീട്ടിലെ അമ്മയെന്ന് അങ്ങനെ അമ്മ തെറി വിളിക്കും, പക്ഷെ ഞങ്ങളെ വിളിപ്പിച്ചിട്ടില്ല കേട്ടോ ഇന്നുവരെ. അങ്ങനെ വളർത്തിയതാണ് അതാ. അപ്പോൾ അത് പിന്നീട് ഈ ഫീൽഡിലൊക്കെ ഇറങ്ങിയപ്പോൾ ഈ തെറിയെല്ലാം കേട്ടപ്പോൾ ഇങ്ങനെയും തെറിയുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുമ്പോൾ അറിയാത്ത തെറിയെല്ലാം കേട്ടു അല്ലേ? ഡിക്ഷണറിയിലെല്ലാം എല്ലാം പഠിച്ചു. ചിലപ്പോൾ ഞാനും വിളിക്കും, സൈ ഇടുമ്പം വിളിക്കും, എത്രയാന്ന് വെച്ചാൽ കുത്തുകൊണ്ടിരിക്കുക, തിരിച്ച് വിളിക്കും. അങ്ങനെ ലൈഫിൽ ചേട്ടന് ഏറ്റവും കൂടുതൽ എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി എന്ന് തോന്നാനൊരു കാരണം എന്താ? തോന്നാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പല സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്ക് നടക്കുമ്പോഴൊക്കെ ഒരു സ്ത്രൈണത വരുമല്ലോ. അപ്പോൾ ആൾക്കാരിങ്ങനെ നോക്കും,
അപ്പോൾ നമുക്ക് ഞാൻ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്. അല്ലെങ്കിൽ എനിക്ക് സ്ത്രൈണതയുണ്ട്, എനിക്ക് സ്ത്രീകളോട് താല്പര്യം കുറവാണ്, അല്ലെങ്കിൽ പുരുഷന്മാരെ കാണുമ്പോഴാണ് എനിക്ക് സെക്ഷൽ മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ വരുന്നത് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ജീവിതം എന്താണ് എൻ്റെ ജീവിതം ഇങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. ഞാനിങ്ങനെ തോന്നിയതാണ്. അപ്പം പിന്നെ വീട്ടുകാർ വിചാരിച്ചു കല്യാണം കഴിച്ച് കഴിയുമ്പോൾ പുള്ളിയുടെ ആ ഒരു സ്വഭാവത്തിനൊക്കെ മാറ്റം വരുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവർ ആ കല്യാണം ഉറപ്പിച്ചു. പക്ഷേ എനിക്കപ്പോൾ ടെൻഷനാണ്, ദൈവമേ എന്താ കാണിക്കുന്നത്, ഞാൻ ഇനി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ആവും. പക്ഷേ ഞാൻ പേടിച്ച് തന്നെ സംഭവിച്ചു കേട്ടോ. അതൊന്നും ഒരു കാര്യത്തിനും ഒന്നും നടന്നില്ല. അതായത് വിവാഹേതര ബന്ധം ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ എന്തായാലും ഫ്ലോപ്പായിരുന്നു. അങ്ങനെയാണ് അത് ഡൈവേഴ്സ്. അങ്ങനെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ലൈഫ് എന്തായാലും 45 വയസ്സായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കുക. ചേട്ടൻ ഈ തിരിച്ചറിവ് ഉണ്ടായെന്ന് പറയുന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിൽ ചേട്ടൻ ഇപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ വന്നേ പിന്നെയാണ് നമുക്ക് ആളുകളെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനെങ്കിലാവുന്നത്. അന്ന് നമുക്ക് ആരും അറിയില്ല, നമുക്ക് ആളുകളോട് ചോദിക്കാൻ പറ്റത്തില്ല ഇത് നമ്മുടെ ഒരു പ്രശ്നമാണോ അതോ നമുക്ക് എന്തെങ്കിലും. ഇത് ചേട്ടൻ പറഞ്ഞല്ലോ, നമ്മളൊരിക്കൽ ജീവിതമേ വേണ്ടാന്ന് വെക്കുക എന്ന് പറഞ്ഞൊരു അവസ്ഥ ഒരു വല്ലാത്തതാണ്. കാരണം നമുക്കറിയില്ല ഈ ലോകം നമ്മളെല്ലാവരുടെ മുന്നിൽ ഒരു കളിയാക്കൽ കഥാപാത്രമായിട്ട് നിൽക്കുമ്പോൾ നമുക്കറിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കര കയറാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്താ? എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട്, അവരൊക്കെയാണ് കേട്ടോ. കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, അവരാണ് ഇങ്ങനെ പിടിച്ചു തരാൻ സഹായിച്ചത്. സത്യം പറഞ്ഞാൽ അതാണ്. ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നു അല്ലെങ്കിൽ സിംഗിൾ ലൈഫ് എന്ന് പറഞ്ഞാലും അവരുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരാൾ പോലും ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഒരാൾ സപ്പോർട്ടിന് വേണം, എന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റും. സിംഗിൾ ലൈഫ് എന്നൊക്കെ പറയാനുള്ളൂ, പക്ഷേ ഒരാളെങ്കിലും ഒരു കൂട്ടുകാരനെങ്കിലും നമുക്ക് വേണം, എന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതല്ലേ ഞാൻ ആദ്യം ചോദിച്ചത്, കൂട്ട് വേണ്ടേ എന്ന് ഞാൻ ചോദിച്ചത്. വേണം, പക്ഷെ നമ്മളിങ്ങനെ ലൈഫ് പാർട്ട്ണർ ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ കൂട്ടുകാരുണ്ട്. എന്തും ഷെയർ ചെയ്യാൻ പറ്റും. അവരുണ്ട്, 1-2 പേരുണ്ട് കേട്ടോ. അവരൊന്നും കുഴപ്പമില്ല. അവരിപ്പോൾ സെറ്റാണ്, അവർ വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു. പക്ഷേ ഇടയ്ക്ക് വിളിക്കും, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഇപ്പം എല്ലാവർക്കും പറയാനാണെങ്കിൽ അവർ വേറൊരാളാണ്, ഒരു വ്യക്തിയാണ്. ഇപ്പം ഒരാളുണ്ടെങ്കിൽ അയാൾക്കൊരു പെണ്ണുണ്ട്, കുടുംബമുണ്ട്. ആ ആൾ പറയുന്നത് സപ്പോർട്ട് ചെയ്യാം, ജീവിത അവസാനം വരെ നിൽക്കാം, പക്ഷെ ഇറങ്ങി വരാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഒരാളുണ്ട്. അമ്പട കള്ള ലാസ്റ്റ് അല്ല മതി. അപ്പൊ ചേട്ടൻ അങ്ങനെ ഒരാളുണ്ട്, അതായത് ചേട്ടന് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഇറങ്ങി വരാൻ പറ്റില്ല, പക്ഷെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട്. അങ്ങനെ ഒരു വ്യക്തിയുണ്ട്. പുള്ളി ഈ ഇന്റർവ്യൂവിന് വന്ന തന്നെ ആ കാര്യം പുള്ളി പറഞ്ഞാൽ പോയി നല്ല ചെയ്യണം എന്ന് പറഞ്ഞിപ്പോൾ വിട്ടതേ ഉള്ളൂ പുള്ളി. പക്ഷെ ആ ആൾക്ക് പുള്ളിക്കൊരു പാർട്ട്ണർ ഉണ്ട്. പുള്ളി അതിലൂടെ ജീവിക്കുള്ളൂ, പക്ഷെ ഫാമിലി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എൻ്റെ കൂടെ വരത്തില്ല, അത് സാധ്യമല്ല. പക്ഷെ ചേട്ടനെ കേൾക്കും, സപ്പോർട്ടാണ്, ഇടയ്ക്ക് കാണാന്ന് പറഞ്ഞാൽ കാണാം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ജീവിതത്തിലില്ല. അപ്പം ഞാൻ അത് പറഞ്ഞ് വഴക്കുണ്ടാക്കാം, എന്താ എൻ്റെ കൂടെ വന്നാൽ ചോദിക്കും, അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുന്നു. അങ്ങനത്തെ ഒരാളുണ്ട്, ഹാപ്പിയാണ്. അതുകൊണ്ട് അത് എപ്പോഴും ഉണ്ടാവും. പക്ഷേ ആള് മാരീഡ് അതിന് ശേഷമുള്ള കാര്യം പിന്നെ പറയാൻ പറ്റില്ല. ഇപ്പം പെണ്ണുങ്ങളുടെ സ്വഭാവമല്ലേ, നമുക്ക് പിന്നെ മെസ്സേജ് അയക്കാനോ. അല്ല ഇപ്പൊ പുള്ളി മാരീഡ് അല്ല, ഇപ്പം മാരീഡ് അല്ല, മാരീഡ് ആവും ഉടൻ തന്നെ. പുള്ളി മാരീഡ് ആവാൻ പോകുന്നതാണ്. ഇപ്പൊ ഇടയ്ക്ക് കാണലും സംസാരിക്കും. പക്ഷേ ഞാനാണെങ്കിൽ മാര്യേജ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടേക്ക് പോകത്തില്ല. നമ്മൾ അവിടെ ശല്യപ്പെടുന്നു, നമ്മൾ ഒഴിഞ്ഞ് തന്നെ പോകണം. അതാണ് എൻ്റെ രീതി. അടുത്ത തലമുറ വേണമെന്നോ, അപ്പോൾ കുട്ടികൾ വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്ത, ഫാമിലി, അതൊക്കെ ഉണ്ടായിരുന്നോ ചേട്ടന്? ഉണ്ട്. എനിക്ക് കുട്ടികളൊക്കെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ലൈഫിലേക്ക് പോകാത്തതുകൊണ്ട് അതായ സങ്കടമാണ്. പക്ഷെ ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുമല്ലോ അങ്ങനെ കുട്ടി വേണമെന്നൊക്കെ. അതുണ്ട്, എപ്പോഴും നടക്കത്തില്ലെങ്കിലും ഉണ്ട്. ചേട്ടൻ ഈ പറഞ്ഞ പോലെ സ്ത്രീകളോട് അട്രാക്ഷൻ ഇല്ല എന്ന് പറഞ്ഞല്ലോ. എനിക്കത് കുറവാണ്. അതാണ് ഈ മാരേജ് ചെയ്തതൊന്നും മാറാൻ എനിക്കത് മനസ്സിലായി. എനിക്കതില്ല, എൻ്റെ കുറവാണ് മനസ്സിലായി. അതായത് തിരിച്ചറിഞ്ഞു, ഞെട്ടിക്കുന്ന സത്യം നമ്മൾ തിരിച്ചറിഞ്ഞൊരു നാട്. അതാണ് എൻ്റെ പ്രശ്നമെന്ന്. എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? അത് കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് വൈഫായിട്ട് ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കാനോ ഒന്നും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായി.
അതാണ് ആ പെണ്ണ് പോകാൻ മെയിൻ കാരണം. ഞാനിത് കുത്തി ചോദിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, റീസെന്റ് ആയിട്ടുള്ള ബില്ലില് ഇതേപോലെ ഉണ്ട് നമ്മളുടെ ഈ, അതായത് ഇത്തരപ്പെട്ട ആള് ലൈക്ക് നമ്മൾക്കൊരു ഐഡന്റിറ്റി ഹൈഡ് ചെയ്ത് ജീവിക്കുക എന്നാണ് ഇത്തരപ്പെട്ട പറയുന്നത്. അപ്പൊ ഇപ്പം സർജറി കഴിഞ്ഞാലേ ട്രാൻസ്ജെൻഡർ ആണെന്നോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പൊ രാജേഷായിട്ട് തന്നെ ജീവിക്കാൻ പറ്റുമ്പോൾ രാജേഷിന് സ്ത്രൈണതയിൽ അല്ലെങ്കിൽ രാജേഷിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ട്രാൻസ്ജെൻഡർ ആണെന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജെൻഡർ റിവീൽ ചെയ്യാൻ പറ്റും, LGBTQ ഒന്നും നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല, ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെയാണ് ഇത് പറയുന്നത്. അപ്പൊ അതിനകത്ത് അന്ന് ഒരാൾ ഇതുപോലെ തന്നെ ഒരു ആക്ടിവിസ്റ്റ് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ ആണായി തന്നെ ഇരുന്നോളാം, കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക്, പക്ഷെ അവർക്ക് പെണ്ണുങ്ങളോട് താല്പര്യമില്ല. അപ്പൊ അന്ന് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞങ്ങൾ നിങ്ങളുടെയൊക്കെ തന്നെ പെൺകുട്ടികളെയാണ് കല്യാണം കഴിക്കുന്നത്, രണ്ടുപേരുടെ ജീവിതമാണ് അവിടെ പോകുന്നതെന്നാണ് പോകുന്നത്. അതെ, അതൊരു പക്ഷേ ഇതിപ്പോൾ ഇങ്ങനത്തെ എനിക്ക് തോന്നുന്നു കുറേ ഈ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് എണ്ണം കൂടിക്കഴിഞ്ഞു എല്ലാവരും. അല്ലേ, എനിക്ക് തോന്നുന്നു അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ പോവുക. അപ്പോൾ അതൊരു നല്ല പ്രവണത അല്ല. എനിക്ക് തോന്നുന്നത് കുഞ്ഞിലേ നമ്മൾ പെൺകുട്ടികളെ പെൺകുട്ടികളായിട്ടും ആൺകുട്ടിയായിട്ടും നമ്മൾ വളർത്തുക. ഇപ്പോൾ ആൺകുട്ടികളെ പുറത്ത് കളിക്കാനൊക്കെ വിടുക, അങ്ങനെ സോഷ്യലാക്കുക, അങ്ങനെ കുറച്ചൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ചേട്ടൻ? അങ്ങനെയൊക്കെ മാറ്റി ചേട്ടന്റെ വീട്ടിൽ, അപ്പൊ ചേട്ടൻ പറയുന്നത് ചേട്ടന്റെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ ചേട്ടനെ വെളി വിടാത്തത് കൊണ്ടാണ് ചേട്ടൻ പെണ്ണായി പോയെന്നാണോ? അങ്ങനല്ല, അല്ല പെണ്ണല്ല, സോറി ക്ഷമിക്കണം, ചേട്ടന് സ്ത്രൈണത വന്നത് എന്നാണോ? അതെ, അത് അമ്മ വീട് വരെ ഞാൻ എന്താ എനിക്ക് തോന്നുന്നു ഇത് ജനിക്കുമ്പോഴേ ഉണ്ടാവും. ഇതുകൊണ്ടാണ് ചേട്ടാ ഇവിടെ ഇങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവും. അല്ല, ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമല്ല, ഇപ്പൊ LGBTQ എന്നാണ് പറയുന്നത്, പ്ലസ് ഉണ്ട്, LGBTQ പ്ലസ് ഉണ്ട്. അത് ഉണ്ടാവാനുള്ളൊരു കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൽ ആളുകൾക്ക് അതാണ് ഇഷ്ടം, അത് റിവീൽ ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. പണ്ട് കാലത്ത് ഇത് എല്ലാവരും അടക്കി ജീവിക്കുന്നു, അടക്കിയാണ് ജീവിക്കുന്നത്, അവർക്കത് പറയാൻ പറ്റൂല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഞാൻ ഇതാണ്, എൻ്റെ ഐഡന്റിറ്റി ഇതാണെന്ന് പറയുകയും മാതാപിതാക്കൾ ആ കുട്ടികളെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഉണ്ട്. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കുറച്ച് പേര് ചെയ്യുന്നുണ്ട്, മാതാപിതാക്കളെ കുറച്ച് പേര് അവർ തള്ളിക്കളയുന്നുണ്ട്. അവരാണ് ഈ പുറത്ത് ഇറങ്ങുന്നത്, കുറച്ച് ആൾക്കാരെ തള്ളിക്കളയുന്നുണ്ട്. പിന്നെ ഈ എനിക്ക് തോന്നുന്നു കുറേ ഈ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലാത്തവരിങ്ങനെ വേഷം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു റൂള് വെച്ചേക്കുന്നത്, മനസ്സിലായോ? അവരിങ്ങനെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും ഈ ഒരു എല്ലാ തെളിവുകളും വേണമെന്നൊക്കെ പറഞ്ഞ് പുതിയ നിയമം ഭേദഗതി വരുന്നു. അതാണ് അങ്ങനെ വരാൻ കാര്യം. കുറച്ച് ആൾക്കാർ അങ്ങനെ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് വേറെ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് പ്രത്യേക ഒരു ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് കിട്ടാൻ ഒരു കാർഡ് കിട്ടും. അതുകൊണ്ടൊക്കെ ആവാം ഇങ്ങനെ കുറച്ച് പേര് അങ്ങനെ അതിലേക്ക് പോകുന്നത്. കുറച്ച് പേര് റിയലാട്ടോ, കുറച്ച് പേര് അല്ലാത്തത്. അങ്ങനെ എത്ര നാൾ ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ചേട്ടാ? എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? നമുക്കെന്ന് പറഞ്ഞൊരു ഒരു എന്തൊക്കെ കാശ് കിട്ടും, എന്തൊക്കെ ഇത് കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്കെന്ന് പറഞ്ഞൊരു ഐഡന്റിറ്റി ഉണ്ട്. അത് വിട്ട് നമുക്ക് ഒരുപാട് നാൾ ഈ കാർഡ് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇത് സമ്പാദ്യം കിട്ടുമെന്നോ നമുക്ക് ഒരിക്കലും ഒരിടത്തും പോയി നിൽക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചില ആളുകൾ കേരളത്തിലല്ല ഞാൻ പറയുന്നത്, നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ ട്രെയിനിലൊക്കെ കാണുന്ന ആളുകൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ടാവാം. അതായത് അവിടെയാണല്ലോ ഈ ഹിജഡകൾ എന്നുള്ളൊരു ഒരു വേർഷൻ തന്നെയുണ്ട്. അവരിതിന് വേണ്ടിയിട്ട് വേഷം കെട്ടി പോവാറുണ്ട്. നമ്മുടെ ഒരു സിനിമയിൽ തന്നെ നമ്മളത് കണ്ടിട്ടുണ്ടല്ലോ, സൂത്രധാരനിൽ. അപ്പം അങ്ങനെ ആയിരിക്കാം, അതെനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ ആധികാരികമായി പറയാൻ ആളുമല്ല ഞാൻ. പക്ഷേ ചേട്ടാ, മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ അവർ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നത് ഭയങ്കര മാനസിക സംഘർഷം ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ഇതാണോ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമൂഹം ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. ഇപ്പം എനിക്ക് ഞാൻ ഇങ്ങനെയാണെന്ന് പറയുന്നത് എനിക്കത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനത്തെ ഒരാളാണ് ഞാനെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ ശരീരത്തെ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഇത് ഇങ്ങനെ ലെവലിൽ അങ്ങനെ ജീവിക്കും. അത് എനിക്ക് സന്തോഷം. അല്ല, അത് അങ്ങനെ തന്നെ നിന്നാൽ മതി ചേട്ടാ. ഞാൻ പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ചിലവർക്ക് സ്ത്രീ ആവണമെന്നുണ്ട്, ചിലവർക്ക് അപ്പർ ബോഡി മാത്രം ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്, ബോട്ടം ചെയ്യാറില്ല. അവർക്ക് സ്ത്രീ അത് ആഗ്രഹിക്കുന്നവർ നിൽക്കട്ടെ. സമൂഹം എങ്ങനെ പറയുന്നത് എന്ത് പറയുന്നല്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മളൊക്കെ എപ്പോൾ എന്ത് കാലത്ത് മരിക്കുന്നൊന്നും അറിയാൻ മേലാത്ത, ജനിച്ചു പോയി അതുകൊണ്ട് ജീവിക്കണം. ജീവിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് ജീവിക്കണം. ഇപ്പൊ ചേട്ടന് പെണ്ണാവാൻ താല്പര്യമില്ല, ബോഡി ചെയ്യാൻ, പക്ഷെ ഒരുങ്ങി നടക്കാനും അങ്ങനെ ഒരുങ്ങി നടക്കണം. ഇതിപ്പോൾ നമ്മളവിടെ കൊല്ലത്തൊരു അമ്പലം ഉണ്ടല്ലോ, അവിടെ നമുക്ക് വേണമെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ നമുക്ക് താടിയെ കളഞ്ഞ് നമുക്ക് പെണ്ണാവാനുള്ളൊരു അവസരമുണ്ട്. ഇതുവരെ പോയിട്ടില്ല, ഇങ്ങനെ പോകണമെന്നുണ്ട്.
പോകണമെന്നുണ്ട്. ഓക്കെ ചേട്ടാ, അപ്പോൾ ചേട്ടൻ്റെ ബർത്ത്ഡേ വിഷസ് ഒക്കെ നന്നായിട്ട് നടക്കട്ടെ. ജീവിതത്തിൽ എന്താ പറയുക, ഞാൻ റീൽസിലൊക്കെ ചേട്ടൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെയും എനിക്ക് ചേട്ടൻ ഇങ്ങനെ വളരെ ശാന്തനായിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഇങ്ങനെ അക്ഷരം പെറുക്കി വെച്ചാണ് സംസാരിക്കുന്നത്. ആ പെറുക്കി വെച്ച് സംസാരിക്കുന്നത് തന്നെ ഇത് അതേ കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ വരുന്നേ. അതൊന്നുകൂടെ പറഞ്ഞേ. ഹായ് കൂട്ടുകാരി, അറിഞ്ഞില്ലേ വിശേഷം, ആ സുദിനം ഇതാ വന്നെത്തിയിരിക്കുന്നു. അങ്ങനെ ആ ഒരു സ്ലാങ് ആണ്. ആ ഒരു വാർത്തയൊക്കെ വായിക്കൂലേ പണ്ട്. സത്യം പറഞ്ഞാൽ രാജേശ്വരി മോഹൻ എന്ന് പറഞ്ഞൊരു വാർത്ത എനിക്കറിയാം, ദൂരദർശനിലെ പുള്ളിക്കാരത്തിയുടെ വാർത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പുള്ളിക്കാരത്തിയുടെ ഒരു സ്റ്റൈലാണ് ഞാൻ പിന്നിടുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ബർത്ത്ഡേ വിഷസ് പറ. ഹായ് കൂട്ടുകാരെ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എറണാകുളത്തിൻ്റെ സുന്ദരിയും സുമുഖയും സൽസ്വഭാവിയും എന്ന് സ്വയം വിശ്വസിക്കുന്ന നമ്മുടെ സ്വന്തം ശരണ്യ. ആരെന്നറിയണ്ടേ? ആങ്കറിങ്ങിലും ടോക്കിങ്ങിലും എല്ലാ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന യുവ കലാകാരി ശരണ്യക്ക് ഹാപ്പി ബർത്ത്ഡേ. ചേട്ടാ, എന്റെ എഡിറ്റർ ക്യാമറയൊക്കെ തെറിച്ചു പോയി. എഡിറ്ററിന്റെ കയ്യിൽ ഹെഡ്സെറ്റ് ഒക്കെ ഊരി സുന്ദരി സുശീല എന്നൊക്കെ പറഞ്ഞപ്പോ അവ സ്റ്റക്കായി. അപ്പൊ ഞാൻ ലാസ്റ്റ് ഇന്ന് തോന്നിപ്പിക്കുന്ന അപ്പൊ ഓക്കെ, അവർക്കൊരു സമാധാനമായി എന്നാണല്ലോ ചേട്ടാ. ഈ പറയുന്ന രീതി എന്ന് വെച്ചാൽ സ്ലാങ് ഉണ്ടില്ലേ, ആ ഒരു നമ്മൾ ആ ഒരു പ്രത്യേക ഒഴുക്കി ഇതാ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. പറയുമ്പോൾ കുഴഞ്ഞാടി കണ്ണൊക്കെ വെച്ച് അങ്ങനെ ആ ഒരു സ്റ്റൈൽ അവർക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെ ഈ ഒരു വിശ്വസ് അവരുടെ അടുത്ത കൂട്ടുകാർക്ക് കൊടുക്കുമ്പം ചെറിയൊരു നാണക്കേടും ചമ്മലും അങ്ങനെ ഒരു അത്ഭുതം ഇതെല്ലാം ചേർത്തൊരു ഗിഫ്റ്റ് അതാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു ചേട്ടൻ ചെയ്തു എന്നെ അങ്ങനെ ഒരു ചമ്മലും അങ്ങനെയൊക്കെ ഉണ്ടാവും. ചേട്ടാ, നാണക്കേടും ചമ്മലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ സുഹൃത്തുക്കൾ ആരെങ്കിലും കൂടെ കൊണ്ടുനടക്കാൻ ഇങ്ങനെ നാണക്കേട് അല്ലെങ്കിൽ ഉണ്ട് ഒത്തിരി പേരുണ്ട്, ഒരുപാട് പേര്. എനിക്ക് എൻ്റെ കൂട്ടുകാരെന്ന് കുറച്ച് പേർക്കൊക്കെ നാണക്കേടുള്ളവരുണ്ട് കേട്ടോ. നമ്മൾ ഇവർ മൂവിക്ക് പോകുമ്പോൾ അവർ കൊണ്ടുപോകില്ല, വിളിക്കില്ല, ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകും, അങ്ങനെ കുറേ പേരുണ്ട്. എന്നാൽ നാണക്കേടില്ലാത്തവരും ഉണ്ട് കേട്ടോ. എന്നാൽ ഉണ്ട്, നമ്മളെ ഇങ്ങനെ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് കുറച്ച് പേര് മാറ്റി നിർത്തും, അത് ഉറപ്പാണ് തീർച്ചയായും. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന, ഞാൻ പറഞ്ഞത് സ്നേഹിക്കുന്ന ഒരാളെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോലും കൊണ്ടുപോകും, മടിയ അങ്ങനെയുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ നമ്മളൊരു ഗസ്റ്റായിട്ട് ചെല്ലാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർ ഫങ്ഷന് വിളിക്കില്ല, അല്ലെങ്കിൽ സ്റ്റോറി ഷെയർ ചെയ്യില്ല, അത് കുറേ ഉണ്ട്. ഉണ്ട് തീർച്ചയായും, എവിടെയും മാറ്റി നിർത്തപ്പെടുന്നവരാണ് നമ്മൾ. പക്ഷേ വീട്ടിൽ ഓരോ ഫംഗ്ഷനൊക്കെ ഞാൻ പോകും കേട്ടോ, എല്ലാത്തിനും മറ്റുള്ള ബന്ധുക്കാരുടെ ഫംഗ്ഷനും എല്ലാം പങ്കെടുക്കും. രാജേട്ടാ, അപ്പം ഞാൻ രാജേട്ടൻ്റെ ഭാഷയിൽ പറയാൻ നോക്കാം, എനിക്ക് ഒക്കത്തൊന്നുമില്ല. ഓക്കെ, ഹെൽപ്പ് ചെയ്യണം. എനിക്കത് പറയാൻ പറ്റുന്നില്ല. അറിഞ്ഞോ കൂട്ടുകാരെ എന്നല്ലേ, അങ്ങനല്ലേ? അറിഞ്ഞോ കൂട്ടുകാരെ, നമ്മുടെ സ്വന്തം കൊല്ലത്തിന്റെ ഹായ് കൂട്ടുകാരെ അറിഞ്ഞില്ലേ, നമ്മുടെ രാജേഷ് കൊല്ലം ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ്. ആ സുദിനം ഇന്നായിരുന്നു. രാജേഷേട്ടൻ്റെ നല്ലൊരു ഇൻ്റർവ്യൂ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അത് കാണാൻ മറക്കരുത്. ഇത്രയും നേരം എൻ്റെ ഒപ്പം രാജേഷേട്ടൻ ഇരുന്നതിന് വളരെയധികം നന്ദി രാജേഷേട്ടാ. താങ്ക് യു. ഒത്തോ?